അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കേന്ദ്രങ്ങളായി ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ. നിരവധി ക്ഷേത്രങ്ങൾ സ്വർണ്ണമോഷണങ്ങളിലടക്കം ആരോപണമുനയിൽ നിൽക്കുമ്പോൾ മലപ്പുറം തിരൂർ തൃപ്പങ്ങോട് ക്ഷേത്രത്തിലും സ്വർണം മോഷ്ടിച്ചു. ക്ഷേത്രം ജീവനക്കാരനാണ് കാണിക്കയായി സമർപ്പിച്ച സ്വർണം മോഷ്ടിച്ചത്. ജീവനക്കാരനെ സംരക്ഷിക്കാൻ കേസ് നടത്താനായി പണം ചെലവഴിച്ച് ക്ഷേത്രം ട്രസ്റ്റ്. ജനം എക്സ്ക്ലൂസീവ്. 2021 സംഭവം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിച്ചത്. ഒരു ഭക്തൻ നൽകിയ കൈചെയിൻ ആണ് മോഷ്ടിക്കപ്പെട്ടത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം ക്ഷേത്രം ജീവനക്കാർക്ക് ലഭിച്ചിരുന്നു. തുടർന്ന് 1 മാസം ഈ ജീവനക്കാരന് സസ്പെൻഷൻ നൽകി വീണ്ടും തിരിച്ചെടുത്തു. ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും ക്ഷേത്രം ജീവനക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് തൃപ്രങ്ങോട് ക്ഷേത്രം ട്രസ്റ്റ് സ്വീകരിച്ചത്. കേസ് നടത്താൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച വകയിൽ 45,000 രൂപ നഷ്ടം. ഭക്തർ നൽകിയ പണമാണ് അനാവശ്യമായി ഇതിനായും ചിലവഴിച്ചത്. കുറ്റം സംശയാതീതമായി തെളിഞ്ഞിട്ടും ക്ഷേത്രം ജീവനക്കാരനെതിരെ അന്വേഷണ കമ്മീഷനെ വച്ചത് സാമ്പത്തിക ദുർവ്യയമാണെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നു. ക്ഷേത്രം ട്രസ്റ്റിക്കെതിരെ കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിട്ടും മലബാർ ദേവസ്വം ബോർഡ് ഒരു നടപടിയും സ്വീകരിച്ചില്ല. മാത്രമല്ല ക്ഷേത്രം ജീവനക്കാരനെ തിരിച്ചെടുക്കുകയും അനാവശ്യമായി കേസിനായി പണം ചിലവഴിക്കുകയും ചെയ്തു. ഇങ്ങനെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ കൊള്ളയും അഴിമതിയുമാണ് വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. ജനം, മലപ്പുറം.